മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് നല്ലൊരു വാർത്ത നിരന്തരം പത്രമാധ്യമങ്ങളിൽ വന്നിരുന്നു. മോഹൻജോദാരോയും ഹാരപ്പയും നമ്മൾ വിചാരിക്കുന്ന മാതിരി BC 1000-ലോ 1500-ലോ ഉണ്ടായിരുന്നതല്ല. അത് BC 4000 5000-ൽ ഉണ്ടായിരുന്നതാണ്. ഈജിപ്ഷ്യൻ ഫറാവോ സംസ്കാരത്തെക്കാളും ബൈബിളിലെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരണത്തെക്കാളും മറ്റ് സംസ്കാരത്തെക്കാളൊക്കെ പുറകോട്ടാണ് ഇത് പോകുന്നത് എന്ന് IIT-കളിലും മറ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലും വിദേശ കൊളാബറേഷൻ യൂണിവേഴ്സിറ്റികളിലും നടത്തിയ കാർബൺ ഡേറ്റിംഗ് ടെക്നിക് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത. ഇത് അത്ഭുതകരമായി തോന്നിയത് ഇന്ത്യക്കാരോ പുറത്തുള്ളവരോ എതിർത്തിട്ടില്ല എന്ന് ഞാൻ പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ഒരു കാരണമല്ല, രണ്ട് കാരണമുണ്ട്. പണ്ട് ക്യാമ്പേ എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെയും ബോംബെയുടെയും ഇടയ്ക്ക് കടലിൽ താഴ്ന്നുപോയ ഒരു ക്യാമ്പേ നഗരത്തെക്കുറിച്ച് ഒരു വാർത്ത വന്നിരുന്നു. അത് BC 6000-ലാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. ഇവിടുത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു. ആവേശം കൊണ്ട് ആവശ്യത്തിന് പ്രൂഫ് ലഭിക്കുന്നതിന് മുമ്പ് അന്നത്തെ HRD മിനിസ്റ്ററായിരുന്ന മുരളി മനോഹർ ജോഷി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്തു. ക്യാമ്പയിലുള്ള ഇമ്മേഴ്സ്ഡ് സിറ്റി BC 6000-ആണ്. ഭാരതീയ സംസ്കാരത്തിന് അത്രയും പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആവേശത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതൊരു തരം പൊളിറ്റിക്കൽ റിലീസിംഗ് പോലെയായി. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരെ, ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാർ, ബുദ്ധിജീവികളും യുക്തിവാദികളും ഇടതുപക്ഷക്കാരും ഒക്കെ ശക്തമായിട്ട് അതിനെ എതിർത്തു. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞ് പോയി. പിന്നെ മറൈൻ ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ രാവുവിനെ ഞാൻ നേരിട്ട് തിരുപ്പതിയിൽ വെച്ച് ഞാൻ കാണുകയുണ്ടായി. ദ്വാരക എക്സ്കവേറ്റ് ചെയ്ത വ്യക്തിയാണ്. ലോകം അറിയപ്പെടുന്ന ഇന്ത്യയിലെ മറൈൻ ആർക്കിയോളജിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു, ഈ ക്യാമ്പേ നഗരത്തെക്കുറിച്ചുള്ള പഠനം അത് നടത്തേണ്ടവർ ഭംഗിയായിട്ട് നടത്തിയിട്ട് ശാന്തമായിട്ട്, അഭിമാനത്തോടു കൂടിയോ അഭിമാനമില്ലാതെയോ വസ്തുതാപരമായിട്ട് ലോകത്തെ അത് അറിയിച്ചിരുന്നു എങ്കിൽ, ബയസ്ഡ് ആകാത്ത വിധത്തിൽ അറിയിച്ചിരുന്നു എങ്കിൽ ലോക ജനത സ്വീകരിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ ഒരു പൊളിറ്റീഷ്യനാണ് ഇത് ഡിക്ലെയർ ചെയ്തത്. അതും ഫുൾ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പാണ് ഡിക്ലെയർ ചെയ്തത്. ഇത്രയും ഞാൻ പറഞ്ഞത്, പറയേണ്ടവർ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ അത് കേൾക്കുന്നവര് അംഗീകരിക്കും. ഇപ്പോൾ മോഹൻജോദാരോയെക്കുറിച്ചും ഹാരപ്പയെക്കുറിച്ചും നടന്നിരിക്കുന്ന ഗവേഷണങ്ങൾ കൈകാര്യം ചെയ്തത് മുഴുവനും സയന്റിസ്റ്റുമാരാണ്. അതിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫീൽഡിലുള്ളവർ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എതിർപ്പില്ല, ഈ രാജ്യത്തിൽ നിന്നും എതിർപ്പില്ല. അപ്പോ ശരിക്കും നല്ല രീതിയിൽ ഭാരതത്തിലെ വൈദിക സംസ്കാരവും മോഹൻജോദാരോയിലെ സംസ്കാരവും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ധാരാളം ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാം പാളീസായി. ഇത് നമ്മുടെ പൈതൃകത്തിന് 10,000 വർഷത്തെ പൈതൃകമുണ്ടെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ലോകം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ ആഴ്ചത്തെ റിസർച്ച് റിസൾട്ട് റിലീസ് ചെയ്തത്. ഇതവിടെ ഇരിക്കട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിച്ചത്, ഭാരതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, സാധനങ്ങളും 4000, 5000, 6000, 7000 വർഷത്തെ പഴക്കമുണ്ടെന്ന് ലോകം അംഗീകരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. MV സ്മിത്ത് തുടങ്ങിയ ധാരാളം ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റുമാര്, പുരാവസ്തു ഗവേഷകര് ഭാരതത്തിലെ വേദത്തിനും മഹാഭാരതത്തിനും രാമായണത്തിനും എല്ലാത്തിനും BC 1000, BC 1500 അപ്പുറത്തേക്ക് കൊടുത്തിട്ടില്ല.
അതിനെന്താ കാരണം അറിയോ? അത് നമ്മളെ ഓരോരുത്തരും അറിയണം. ശരിക്ക് ആദവും അവ്വയും ഉണ്ടായതിൻ്റെ 99ാമത്തെ തലമുറയാണ് യേശു ക്രിസ്തു. അത് ബൈബിളിൽ അതേപോലെ പറയുന്നുണ്ട്, വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എടുക്കാം 100ാമത്തെ തലമുറയാണെന്ന് എടുക്കാം നമ്മുടെ ഡിസ്കഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു തലമുറ എന്ന് പറയുന്നത് ശരിക്കും പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്ന് വേണമെങ്കിൽ എടുക്കാം. 20 വയസ്സെന്ന് എടുക്കാം, 22 എടുക്കാം, 25 എടുക്കാം, 30 എടുക്കാം, എത്ര വേണമെങ്കിൽ എടുത്തോളാം. അപ്പൊ 30 വയസ്സ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ 60 വയസ്സെന്ന് എടുക്കാം ഒരു തലമുറ. അതായത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറ ഉണ്ടാകുന്നതാണ് ഒരു ജനറേഷൻ എന്നുള്ളതാണ് എടുക്കേണ്ടത്, അല്ലാണ്ട് ഒരാൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല. അപ്പൊ 100ാമത്തെയോ 200ാമത്തെയോ തലമുറയാവട്ടെ, അപ്പൊ 30 വർഷം എടുത്താൽ എത്രയായി? 25 വർഷം എടുത്താൽ എത്രയായി? 5000, 6000. 5000മോ 6000മോ വർഷങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ആദവും അവ്വയും ഉണ്ടായത്. ഏകദേശം. അപ്പൊ ഇതിപ്പോ BC 2000 ആണ്, അല്ലെങ്കിൽ BC 1900, BC 2000 അല്ല, AD 2016. ഇപ്പൊ AD 2000 ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ AD 1900 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആദവും അവ്വയും ഉണ്ടായിട്ട് 4000 വർഷം ആയിട്ടുണ്ടെങ്കിൽ AD 1900 നിന്ന് ഇംഗ്ലീഷുകാർ കാൽക്കുലേറ്റ് ചെയ്ത് പുറകോട്ടെടുത്താൽ എത്ര ഉണ്ടാവും? ഇപ്പൊ ഏതാണ്ട് BC 2000-ലോ 2500-ലോ ആണ് ആദവും അവ്വയും ഉണ്ടായത്. ശരിക്കും അവരുടെ കണക്ക് പ്രകാരം ഒന്നുകൂടി റിഫൈൻ ചെയ്ത് പുറകോട്ടെടുത്തപ്പോ കിട്ടിയത് BC 4012. ഒരു അബദ്ധത്തിൽ ഒരാൾ കൂടി പറഞ്ഞിട്ടുണ്ട്, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. BC 4012 ഒക്ടോബർ മാസം 4-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് ആദവും അവ്വയെയും ദൈവം ഉണ്ടാക്കിയതെന്നും പറയുന്നുണ്ട്. അത് തെറ്റാണ്, നമ്പർ തെറ്റാണ്. ഏതായാലും BC 4000 എടുത്താൽ ആദ്യത്തെ മനുഷ്യൻ ബൈബിള് പ്രകാരം ലോകത്തിലുണ്ടായത് BC 4000-ലാണ്. അപ്പൊ മോഹൻജോദാരയ്ക്കോ ഹാരപ്പയ്ക്കോ ഭാരതീയ സംസ്കാരത്തിനോ BC 5000 BC 6000 എന്ന് കൊടുക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആദവും അവ്വയും എന്ന പ്രാകൃത മനുഷ്യൻ ഉണ്ടായത് തന്നെ BC 4000-ലാണെങ്കിൽ ഭാരതത്തിൽ സംസ്കാരം ഉണ്ടാവാൻ സാധ്യത അതിനുശേഷം 1000, 1500, 2000 വർഷം കഴിഞ്ഞിട്ടായിരിക്കണം. അപ്പൊ ഏത് കാൽക്കുലേഷനിലും ഭാരതീയ സംസ്കാരത്തിന് BC 2000-ന് കൊടുക്കാൻ സാധിക്കില്ല. അത് മതത്തിന്റെ സ്വാധീനമായിരുന്നു. മതത്തിന്റെ സ്വാധീനം മാറി BC 6000 BC 7000-ല് ഭാരതത്തിലൊരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവര് റിസർച്ച് ചെയ്ത് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബൈബിളിലെ ഉൽപ്പത്തി എന്നുള്ള സിദ്ധാന്തം തന്നെ ശുദ്ധബദ്ധായി മാറും. അപ്പൊ ഇപ്പോ ക്രിസ്ത്യാനികളായിട്ടുള്ള പുരാവസ്തു ഗവേഷകര്, ബൈബിളിനെ വിശ്വസിക്കുന്നവരോ വിശ്വസിക്കാത്തവരോ ആയ പുരാവസ്തു ഗവേഷകര് ഇതുപോലെയുള്ള റിസൾട്ടിനോട് വലിയ എതിർപ്പ് പ്രകടിപ്പിക്കാത്തതിന് കാരണം എന്താ അറിയോ? ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ്, 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ യൂറാൽ പർവ്വത നിരകൾക്ക് ഉള്ളിൽ നിന്ന് 69,000 വർഷം പഴക്കമുള്ള ഒരു മനുഷ്യന്റെ ശരീരം അതേപോലെ പുറത്തേക്ക് എടുക്കുകയുണ്ടായി. ആ മനുഷ്യന്റെ ശരീരത്തിന് കാലില് ചെരുപ്പുണ്ട്, പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ചെരുപ്പ്, തലയിൽ പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ തൊപ്പി, കയ്യിൽ പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ബാഗ്. ഇയാൾ ആ പർവ്വതത്തിന്റെ ഉള്ളിലേക്ക്, ഐസിന്റെ ഉള്ളിലേക്ക് എങ്ങനെയോ ഒരു ബ്രേക്ക് വന്ന് വീണുപോയതാണ്. അപ്പൊ ഫുള്ളി ഐസാണ്. 365 ദിവസം ഐസായതുകൊണ്ട് അയാളുടെ ശരീരം ചീഞ്ഞളിഞ്ഞില്ല. അത് മഞ്ഞുരുകിയപ്പോ 5-6 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടി. മാതൃഭൂമി പേപ്പർ ഉൾപ്പെടെ എല്ലാ പത്രത്തിലും എല്ലായിടത്തും വന്നിരുന്നു. അപ്പൊ 69,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പൊ BC 4000-ലാണ്, അഥവാ 6000 വർഷങ്ങൾക്ക് മുമ്പാണ് ആദവും അവ്വയും ഉണ്ടായതെന്ന് പറയുന്നത് ശുദ്ധബദ്ധം. പിന്നെ മംഗോളിയയിൽ നിന്ന് 10 ലക്ഷം വർഷം പഴക്കം, 2 ലക്ഷം വർഷം പഴക്കമുള്ള ഒരു തലയോടിയും 10 ലക്ഷം വർഷം പഴക്കമുള്ള
ഒരു മൃഗത്തിന്റെ ഫുൾ സ്കെലിറ്റൽ സിസ്റ്റം കിട്ടിയിട്ടുണ്ട്. പിന്നെ ദിനോസാറുകളുടെ കാലമൊക്കെ മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് പുറകോട്ടാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോ ബൈബിളിലെ ഉൽപ്പത്തിയും ആദവും അവയും മൃഗങ്ങളും നോഹയുടെ പെട്ടകവും എല്ലാം ശുദ്ധ അബദ്ധത്തിലെ കെട്ടുകഥയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചപ്പോ ഇപ്പോ മോഹൻജോദാരയ്ക്കും ഹാരപ്പയ്ക്കും എല്ലാം BC 6000-7000 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ എതിർക്കാൻ ആൾക്കാരില്ല. ഇനി വേറൊരു വരി കൂടിയുണ്ട്. ഋഗ്വേദത്തിലും തൈത്തരീയ സംഹിതയിൽ, യജുർവേദത്തിന്റെ തൈത്തരീയ സംഹിതയിലും ഒരു വരിയുണ്ട്, മന്ത്രത്തിന്റെ വരി. ബൃഹസ്പതി പ്രഥമം ജായമാനം തിഷ്യം നക്ഷത്രം അഭിസംബഭുവ. വ്യാഴം ഗ്രഹം, ജൂപ്പിറ്റർ ഗ്രഹം ഡെൽറ്റ കാങ്ക്രി പൂയം നക്ഷത്രത്തെ, ബൃഹസ്പതി പ്രഥമം ജായമാനം തിഷ്യം നക്ഷത്രം, തിഷ്യം എന്ന് വെച്ചാൽ പൂയം നക്ഷത്രത്തെ ഈ ഗ്രഹം ഒക്കൾട്ട് ചെയ്ത് കടന്നുപോയി. നക്ഷത്രത്തെ ഗ്രഹം ഒക്കൾട്ട് ചെയ്ത് കടന്നുപോയപ്പോ ആ നക്ഷത്രം പുതിയതായി ജനിച്ചതുപോലെ, പ്രഥമം ജായമാനം, പുതിയതായിട്ട് ഒന്നാമതായിട്ട് ജനിച്ചതുപോലെ കാണപ്പെട്ടു എന്നൊരു വരി വേദത്തിലുണ്ട്. ആ ദൃശ്യം കണ്ടുകൊണ്ടാണ് ആ വേദമന്ത്രം എഴുതിയതെങ്കിൽ അത് ഏതാണ്ട് BC 4275 ±75 ആണ് എന്ന് ഈ വ്യാഴഗ്രഹത്തിന്റെയും മൂവ്മെന്റും ഭൂമിയുടെ അയനാചലനം, പ്രിസിഷൻ ഇക്വിനോക്സിന്റെ മൂവ്മെന്റും എല്ലാം കൂടി നോക്കിയിട്ട്, ഡ്രിഫ്റ്റിങ്ങും എല്ലാം നോക്കിയിട്ട് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ എടുത്തപ്പോ വ്യാഴഗ്രഹം പൂയം നക്ഷത്രത്തെ ഒക്കൾട്ട് ചെയ്യാൻ സാധ്യത BC 4275 ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ എത്ര വർഷമായി വേദത്തിലെ ആ വരികൾക്ക്? അതും ആദത്തിന്റെയും അവയുടെയും ജനനത്തിന് മുമ്പാണ്. അപ്പൊ ഇങ്ങനെയുള്ള വരികളെല്ലാം രാഷ്ട്രീയക്കാരിടപെടാതെ നല്ല രീതിയിൽ ശാസ്ത്രജ്ഞന്മാർ ഇടപെട്ടാല് ഭാരതീയ പൈതൃകത്തിന് എത്രത്തോളം പ്രായമുണ്ടെന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എനിക്കും അഭിമാനം തോന്നിയത്, ഞാൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിരുന്നു. അവിടുത്തെ ഒരു പ്രൊഫസർ, മാനിറ്റോബ യൂണിവേഴ്സിറ്റി പോയിരുന്നു, കേംബ്രിഡ്ജിൽ പോയിരുന്നു, കുറേ യൂണിവേഴ്സിറ്റികളിൽ പോയിരുന്നു. അവിടുത്തെ ഒരു പ്രൊഫസറെ കണ്ട് ഞാൻ എഴുതിയ പുസ്തകം, ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് എന്ന പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തു. സംസ്കൃതത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലിറ്ററേഷൻ, അതിന്റെ മീനിങ് എല്ലാം കൊടുത്ത് അദ്ദേഹം അത് മുഴുവനും മറച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആം സീയിങ് എ ബുക്ക് വിത്ത് ഓതന്റിക് റെഫറൻസ് ഇൻ ദാറ്റ്. അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അംഗീകരിക്കില്ല. എന്തുണ്ടായിരുന്നു, അത് ഏത് പുസ്തകത്തിലുണ്ടായിരുന്നു, ആ പുസ്തകം ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്, അത് എഴുതിയ ആളാരാണ്, ആ കാലഘട്ടത്തിലാണ് എഴുതിയത് എന്നുള്ളതിന് തെളിവ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് എന്ന പുസ്തകം ഞാൻ എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം എഴുതിയതിനാണ് എനിക്ക് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന UGC ബിരുദം തന്നതും അതിനാണ്. ഇപ്പൊ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ സയൻസിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ ഭാരതത്തിലെ പൈതൃകം നല്ല രീതിയിൽ മോഹൻജോദാരോയാലും ഹാരപ്പയായാലും ആയുർവേദമായാലും എല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ കൃത്രിമ സയൻസ് ഉപയോഗിച്ച് എന്തെങ്കിലും ഇല്ലാത്തത് വിവരിച്ചാൽ അല്ലെങ്കിൽ ഉള്ളതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് സംസാരിച്ചാൽ തീർച്ചയായിട്ടും അത് മാത്രമല്ല മറ്റുള്ളതും കൂടി തിരസ്കരിക്കപ്പെടും എന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.